സോ ഇന്നത്തെ നമ്മുടെ യാത്ര ചോക്ലേറ്റിൻ്റെ വേൾഡ് ആയിട്ടുള്ള ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിലോട്ടാണ്. യെസ്, സൂറിച്ചിലെ കിൽച്ച്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫാക്ടറി ആയിട്ടുള്ള ലിൻഡ് ദ ഫേമസ് ചോക്ലേറ്റിൻ്റെ അടുത്തേക്കാണ്. സോ നമ്മൾ രാവിലെ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ചെക്കൗട്ട് ചെയ്ത് സൂറിച്ച് HB എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അവിടെ നിന്ന് നമ്മൾ കിൽച്ച്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ട്രെയിനാണ് പിടിക്കേണ്ടത്. കിൽച്ച്ബർഗിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് വാക്കാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട്. സോ ഈ ട്രെയിൻ ജേർണി തന്നെ അടിപൊളിയാണ്, കാരണം ഇറ്റ്സ് സറൗണ്ടഡ് ബൈ മെനി ലേക്സ്. മെയിനായിട്ട് നമ്മുടെ ലേക്ക് സൂറിച്ചാണ് എല്ലാ ചുറ്റിലും കാണുന്നത്. സോ അതൊരു അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേർണിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ അവിടുത്തെ പല രീതിയിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ട്രെയിനോ അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് വെഹിക്കിൾസോ ഒക്കെ നമുക്ക് അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രെയിൻ ആണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ ട്രെയിൻ ആണെങ്കിലും എന്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമ്മൾ അവിടുത്തെ സ്വിസ് പാസ് എന്ന് പറയുന്ന ഒരു പാസ് ഉണ്ട്. അത് നമുക്ക് ഡിഫറെൻറ്റ്, ഇപ്പോൾ നമുക്ക് 4 ദിവസത്തിന് എടുക്കാം, 6 ദിവസത്തിന് എടുക്കാം, 8 ദിവസത്തിന് എടുക്കാം. സോ ഇറ്റ് ഡിപ്പെൻഡ്. സോ ഓൾമോസ്റ്റ് ഒരു 300 CHFൻ്റെ അടുത്താണ് നമ്മൾ ഒരാൾ സ്വിസ് പാസിന് വരുന്നത്. സോ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിൻസിനാണെങ്കിലും എന്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ മ്യൂസിയംസിൻ്റെ ഒക്കെ ടിക്കറ്റ്സിന് റിഡക്ഷൻസ് 50%, 25% ഒക്കെ റിഡക്ഷൻസ് ഉണ്ടാകും. സോ നമ്മളിങ്ങനെ കിൽച്ച്ബർഗിൽ ഇറങ്ങി എന്നിട്ട് ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ്സ്. ബിക്കോസ് ഇഫ് യു ആർ ചോക്ലേറ്റ് ലവേഴ്സ് യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദിസ് പ്ലേസ് ആൻഡ് എക്സ്പ്ലോർ ദം. ഹായ് ഗായ്സ്. സോ നമ്മൾ ഇന്ന് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലാണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ഫേമസ് സ്വിസ് ചോക്ലേറ്റ്, അതായത് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മളിപ്പോൾ സൂറിച്ച് HB എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കിൽച്ച്ബർഗ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കാണ് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റിലോട്ടുള്ളത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ വേൾഡ് ഓഫ് ചോക്ലേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടുത്തെ പഴയ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം. അതുപോലെ തന്നെ ഇവിടേക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് നമ്മൾ ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി എടുത്ത് വെക്കണം, കാരണം അവിടെ എപ്പോഴും നല്ല തിരക്കുള്ള ഒരു പ്ലേസാണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്ത് വയ്ക്കുക. അവിടെ ഒരാളുടെ ടിക്കറ്റിന് പോകുന്നത് ഏകദേശം 17 CHF ആണ്. അതുപോലെ തന്നെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം. അതായത് ഡെയിലി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അവിടുത്തെ വിസിറ്റേഴ്സ് അലൗഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി നമുക്ക് എപ്പോഴാണോ സ്ലോട്ട് കിട്ടണേ അപ്പോൾ അവിടേക്കുള്ള സ്ലോട്ട് നമ്മൾ എടുത്ത് നേരത്തെ കൂട്ടി വരുന്നത് ഏതായിരിക്കും നല്ലത്. ചോക്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കയറാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, സോ നമ്മൾ മെല്ലെ ഇതിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. സോ നമ്മളവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ജെൻറ്റിൽമാൻ നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അപ്പോൾ നമ്മുടെ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ലോക്ക് വഴി അവിടെ ലഗേജസ് ഒക്കെ വെക്കാം. ഈവൻ ബിഗ് സ്യൂട്ട് കേസസ് വരെ അവിടെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇതാണ് അവിടുത്തെ ബിഗ്ഗസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടൻ. ഓൾമോസ്റ്റ് 9 meters ഉള്ള ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ആണിത്. സോ ഇറ്റ് വാസ് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വിറ്റ്നസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ പോയി നമ്മൾ അവിടുത്തെ ടിക്കറ്റ്സ് സ്കാൻ ചെയ്ത് നമ്മൾ അങ്ങനെ മെല്ലെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി. സോ നമുക്കിവിടെ ഓഡിയോ ഗൈഡ്സ് ഉണ്ട് കേട്ടോ. സോ അത് നമ്മൾ പ്രസ് ചെയ്തിട്ട് അതായത് ഒരു ചോക്ലേറ്റ് വിസ്കിൻ്റെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്ന സ്ഥലത്ത് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ്, ഇപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് അത് കേട്ടു. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കാണാൻ പറ്റും ഓരോരുത്തർ ആ ഗൈഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫൗണ്ടൈൻ എന്ന് പറയുന്നത്. സോ ലോങ്, ഇറ്റ്സ് സോ ടെംപ്റ്റിങ്. സോ നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറി. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. സോ അവർ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗമൊക്കെ ഉണ്ട് അവിടെ.
അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനത്തെ കൊക്കോ മരങ്ങളും അതുപോലെ എങ്ങനെയാണ് ചോക്ലേറ്റ്സ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊക്കോ കൾട്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു എന്താ പറയുക ഒരു പച്ചപ്പുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ എൻട്രി പോകുന്നത്. ഈ കാണുന്നൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൊക്കോസൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഈ ബിസ്കിൻ്റെ ഫോട്ടോസ് കാണാം. അപ്പോൾ അവിടെ നമ്മൾ ആ ഓഡിയോ ഗൈഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളവർ പറയും. പിന്നെ അതുപോലെ എങ്ങനെയായിരുന്നു ചോക്ലേറ്റ് കൾട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതപ്പോൾ നമുക്കിങ്ങനെ വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം. സോ നമ്മൾ പോയ ടൈമിൽ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു, കാരണം മോർണിംഗ് സ്ലോട്ട് ആയതുകൊണ്ട്. അത് കാരണമാണ് ഇത്രയും തിരക്ക് കുറവ് നിങ്ങൾക്ക് കാണുന്നത്. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് നമ്മൾ പോരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ കംപ്ലീറ്റ് ഫിൽഡ് ആയിരുന്നു. സോ ഇങ്ങനെ കുറേ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സോ എക്സൈറ്റിംഗ് പാർട്ട് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, തിരി കൊളുത്തിയിട്ടേ ഉള്ളൂ, മൊത്തം പടക്കം പൊട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്, ഒരു സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കൊക്കോ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി, കാരണം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ച് നമ്മൾ അങ്ങനെ അധികം ടൈമൊന്നും കളഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ബോർഡ്സ് ഒക്കെ നമുക്ക് വായിച്ച് നമുക്ക് ഈ ഓഡിയോ ഗൈഡ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അവിടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വീഡിയോസിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓരോരുത്തർ കൊക്കോ കൾട്ടിവേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവരിങ്ങനെ വിറ്റ്നസ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ നമുക്കതിങ്ങനെ മെല്ലെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കാം. സോ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ആ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ കാണാം. അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ. Yes guys, here comes the exciting factor. We are going to enter into the chocolate world. അപ്പോൾ ചോക്ലേറ്റ് വേൾഡിൻ്റെ ഒരു മിനിയേച്ചർ ഏരിയ ആണിത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ചോക്ലേറ്റ് കൾട്ടിവേഷൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഫുൾ പിക്ചേഴ്സും വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവിടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ച് അറിയാൻ വേണ്ടി പറ്റും. അതൊരു ഇത്രയും കാലത്തെ എങ്ങനെയായിരുന്നു ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണത്.
ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് മുന്നേ അവർ യൂസ് ചെയ്തിരുന്ന അതായത് മോൾഡുകളാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. എങ്ങനെയാണ് അവർ ഡിഫറെൻറ്റ് ഷേപ്സിലോട്ട് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നത്, അതുപോലെ പഴയ ചോക്ലേറ്റ്സിൻ്റെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതും നമുക്ക് നല്ലൊരു ഭാഗം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ഹിസ്റ്ററി അറിയാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് കാണുന്നത് അവർ പല സമയങ്ങളിൽ പല വർഷം മുന്നും അവർ ഉപയോഗിച്ചിരുന്ന, അവർ മാർക്കറ്റിൽ വെച്ചിരുന്ന ചോക്ലേറ്റുകളാണ്. അതുപോലെ തന്നെ പല മോൾഡുകളും അവർ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പഴയ മോൾഡുകൾ. Yes guys, here comes the most awaited part of chocolates. Chocolate tasting in the ഭാഗം. അല്ല ടെൽവി, ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്ന ഭാഗമാണിത്. നമുക്ക് അവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? The white chocolate, dark chocolate and chocolate traditional. മിൽക്ക് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ നോർമൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് കണ്ടോ ഞങ്ങളുടെ മുഖത്തുള്ളത്? ചോക്ലേറ്റ് ഫസ്റ്റ് ആയിട്ട് ആ ഹോട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്ന എക്സൈറ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് സോ യമ്മി, ഇറ്റ് വാസ് സോ ടെംപ്റ്റിംഗ്, ഇറ്റ് വാസ് സോ ടേസ്റ്റി. സോ എല്ലാവരും ഇങ്ങനെ സ്പൂൺസ് എടുക്കുക, ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദോ വൈറ്റ് ചോക്ലേറ്റ്, ഇവിടെ അൺലിമിറ്റഡ് ചോക്ലേറ്റ് ടേസ്റ്റിങ്സ് ആണ് കേട്ടോ. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ചോക്ലേറ്റ് ഫൗണ്ടനിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ചോക്ലേറ്റ്സ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വാസ് സോ 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 ടെംപ്റ്റിങ്. എല്ലാവരും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചുറ്റിനും കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരാൾ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്ന കണ്ടോ? വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര യമ്മി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ്, ഒരു ചെറിയ ചൂടായിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. അപ്പം ഈ ഒരു കോൾഡ് ഒരു വിൻ്റർ സീസണിൽ കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഇങ്ങനെ യമ്മി ആയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അവർ ലിമിറ്റ് വെക്കാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റൗണ്ട് അടിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണത്. യെസ്, ഇപ്പോൾ ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ മെഷീൻസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മെല്ലെ അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ടേസ്റ്റിങ് കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അടുത്ത ടേസ്റ്റിംഗ് സ്റ്റേഷനിലോട്ടാണ്. സോ അതിന് മുന്നായിട്ട് ചോക്ലേറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സസ്, അതായത് ഫസ്റ്റ് മെൽറ്റഡ് ചോക്ലേറ്റ്, പിന്നെ അത് മോൾഡാക്കി അതിന് ഫൈനൽ പ്രോസസ്സിങ് മൊത്തം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിൻ്റെ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ.
ഹിയർ കംസ് ദ നെക്സ്റ്റ് എക്സൈറ്റിംഗ് ഫാക്ടർ. അതാണ് ചോക്ലേറ്റ് ബാർസ്. ലിൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ചോക്ലേറ്റ് ബാർസ് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ നമ്മുടെ കൈകളിലോട്ട് ഇങ്ങനെ വീഴും. ഡിഫറെൻറ്റ് ടേസ്റ്റുകളുണ്ട് അവിടെ. ഓറഞ്ചിൻ്റെ ഫ്ലേവേഴ്സ്, അതുപോലെ ജിഞ്ചർ ഫ്ലേവേഴ്സ്, ക്യാരമൽ, സോൾട്ടഡ് ക്യാരമൽ ഫ്ലേവേഴ്സ്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ്. അപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. എല്ലാവരും ചുറ്റിനും നിന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ലൈറ്റ് അവിടെ കത്തുന്ന സമയത്ത് നമുക്ക് ആ ചോക്ലേറ്റ് നമ്മുടെ കൈകളിലോട്ട് ബാർസായിട്ട് ഇങ്ങനെ വീഴും. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. ഇങ്ങനെ ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയില്ല. ഇതുപോലെ ചോക്ലേറ്റ്സ് അവർ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം. എനിവേ ആ ഒരു ഏരിയയും അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ വേൾഡ് ഓഫ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ചോക്ലേറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചെറിയ ഗ്ലോബ്സും, അതുപോലെ കുറേ നമ്മൾ ചോക്ലേറ്റിൻ്റെ അകത്തുനിന്ന് സ്റ്റാർസിനെ പിടിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റാർസ് ചോക്ലേറ്റ് ഏരിയയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ വി വർ വെരി എക്സൈറ്റഡ് ആൻഡ് വി വർ വെരി ഹാപ്പി. ഇവിടെ നമ്മൾ കാണുന്നതാണ് വേറൊരു എക്സ്പീരിയൻസ്. അതായത് നമുക്ക് അവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിരിക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്ചർ ചെയ്ത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ, അതുപോലെ അവിടുത്തെ ഫേമസ് ആൾക്കാരുടെ കൂടെയൊക്കെ നമുക്കിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കും. പിന്നെ നെക്സ്റ്റ് ഏരിയ ആണ് അടുത്ത ചോക്ലേറ്റ് കളക്ടിങ് ഏരിയ. അപ്പോൾ നമുക്കവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് ഇങ്ങനെ ബഞ്ചായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് ചോക്ലേറ്റ്സ് നമുക്ക് കളക്ട് ചെയ്ത് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. നോർമലായിട്ടുള്ളതും ഡാർക്ക് ചോക്ലേറ്റും പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, അതെല്ലാ ഫ്ലേവേഴ്സും അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളർ പാക്കിങ്സിലൊക്കെ ആയിട്ട് അവരിങ്ങനെ ചോക്ലേറ്റ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ ഇങ്ങനത്തെ ഓരോന്നും ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ചോക്ലേറ്റ് മ്യൂസിയം ഇങ്ങനെ എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഡയറക്റ്റ് നമുക്കൊരു മിനിയേച്ചർ പോലെ അവിടെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. ഒരു ഗ്ലാസ് വാളിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു. നമുക്കിങ്ങനെ ഉള്ളിലൊരു ആൾക്കാരിങ്ങനെ ചോക്ലേറ്റ് ബാർസും ചോക്ലേറ്റ്സിൻ്റെ മെൽറ്റഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്കിങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. യെസ്, നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് കണ്ട അതേ ചോക്ലേറ്റിൻ്റെ ആ 9 മീറ്റർ ഫൗണ്ടനാണിത്. സോ ചോക്ലേറ്റ് ഇങ്ങനെ വിസ്ക് ചെയ്യുന്ന പോലെയായിരുന്നു അത് വെച്ചിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഒരു സർപ്രൈസ് ഏരിയ ആണ്. ഇതുപോലെ മേലേന്ന് ഇങ്ങനെ ബോൾസ് ഒക്കെ വീണ് കുറേ ലെയേഴ്സ് കൂടെ പോയിട്ട് ലാസ്റ്റ് ലിൻഡ് ഹോം ഓഫ് ചോക്ലേറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കവറിൽ നമുക്ക് ലിൻഡ് ചോക്ലേറ്റ് അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ്, ഒരു സർപ്രൈസിങ് എലിമെൻ്റ് ആയിരുന്നു. നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നല്ല രസമായിരുന്നു അതിങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതും ഓരോ പ്രൊസീജിയേഴ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഇങ്ങനെ ഓരോ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. സോ ആസ് ഓഫ് നൗ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. അവിടെ നമുക്ക് ചോക്ലേറ്റിൻ്റെ കഫേസും ഇതിനകത്ത് കഫേസ് അതുപോലെ തന്നെ കളക്ട് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ചോക്ലേറ്റ് ആയിരുന്നു ദുബായ് ചോക്ലേറ്റ്. ഇത് വേൾഡ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ദുബായ് ചോക്ലേറ്റിൻ്റെ ലിൻഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു രീതിയിലുള്ളതും പിന്നെ അതുപോലെ ഡിഫറെൻറ്റ് ബാർസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ലവേഴ്സ്
വിൽ ലവ് ദിസ്. അത്ര രസമായിട്ടാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സോവനിയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്കിങ്ങനെ കളക്ട് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതുപോലെ ചോക്ലേറ്റ്സ് ഇങ്ങനെ ഇഷ്ടം പോലെ വാരി വെതറിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സോ all of you should and must visit this place. It's a must experience. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. സോ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. Okay guys, and thank you for watching our channel. Please do like, share and subscribe our channel. Bye guys.